ദീപു, നമസ്കാരം. വൈകില്ലല്ലേ? ഇല്ല. ഓക്കെ, വാ ഇരിക്കാം. ഉണ്ടെങ്കിലും കുഴപ്പമില്ല. കുഴപ്പമില്ല. തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചതിന് ശേഷം ദീപുവിൻ്റെ ഇപ്പോഴത്തെ ഉള്ളൊരു മാനസികാവസ്ഥ എന്താ? വളരെ സന്തോഷമാണ്. കാരണം പാർട്ടി എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റവും മനോഹരമായും ഏറ്റവും ഉത്തരവാദിത്തത്തോടു കൂടിയും ജനങ്ങൾക്ക് അതിലുപരി ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമായും വികസനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒട്ടേറെ വികസനങ്ങൾ കുമ്പളങ്ങയിലും ചെല്ലാനത്തും കുമ്പളത്തും വളരെ വലിയ രീതിയിൽ വികസനത്തിന് എനിക്ക് സാധിച്ചു. ഞാൻ പരിപൂർണ സംതൃപ്തനാണ്. വികസന പ്രവർത്തനങ്ങളെന്ന് നമ്മൾ പൊതുവെ പറയുമ്പോൾ അടിസ്ഥാനപരമായ കുറേ വികസനങ്ങളുണ്ട് അല്ലേ? നമ്മുടെ ഗതാഗത സംവിധാനമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു നാടിൻ്റെ വികസനത്തിൽ നാഴികക്കല്ലായിട്ട് നിൽക്കുന്നത്. ദീപുവിനെ സംബന്ധിച്ച് വലിയൊരു മേഖലയുണ്ട്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ വലിയൊരു മേഖലയുടെ ഉത്തരവാദിത്വം കയ്യിലുണ്ട്. എന്തൊക്കെ ഗതാഗത സൗകര്യങ്ങളാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും ഗ്രാമപ്രദേശങ്ങളിൽ റോഡുകൾ ഏകദേശം ഒരു 50-ൽ ഉപരി റോഡുകൾ കോൺക്രീറ്റ് വൽക്കരിച്ചു. പൂർണ്ണമായും വെള്ളക്കെട്ടായിരുന്നു, എല്ലാ റോഡുകളിലും വെള്ളക്കെട്ടായിരുന്നു. ആ വെള്ളക്കെട്ടൊക്കെ പരിഹരിച്ചു. മനോഹരമായ റോഡുകൾ പണിയുവാൻ സാധിച്ചു. 50-ന് മുകളിലാണ് ഏകദേശം. ഇപ്പോഴും ഈ നിമിഷങ്ങളിൽ പോലും മിക്ക വാർഡുകളിലും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനിടയിൽ ഒരു വർത്തമാനം കേട്ടായിരുന്നു. ഏകദേശം ഒരു 150 കൊല്ലം പഴക്കമുള്ളൊരു റോഡ് പുനരുദ്ധരിച്ചത് വരെ കൗതുകമായിട്ട് തോന്നി. ആ കാര്യം ഒന്ന് പറയാം. അത് ഏറ്റവും മനസ്സിന് സന്തോഷം നൽകിയൊരു പ്രദേശമാണ് കുമ്പളയും ഗ്രാമപഞ്ചായത്തിൽ നമ്മളുടെ ശാസ്ത്രി റോഡ് പ്രദേശം. അവിടെ ഞാൻ കടന്നു ചെല്ലുമ്പോൾ പൂർണ്ണമായും വെള്ളക്കെട്ടായിരുന്നു. കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ഇപ്പോൾ പോലും ഈ കഴിഞ്ഞ റോഡ് പണിതിന് ശേഷം മാത്രമാണ് അവിടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ഷൂ ഒന്ന് ഇടുവാൻ സാധിച്ചത്. അവിടെ ചെന്ന് നേരിൽ കണ്ട് അവരുടെ ദുഃഖം മനസ്സിലാക്കിയാണ് എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് തുക പാസ്സാക്കുകയും മനോഹരമായ റോഡ്, അതായത് 150 വർഷക്കാലമായിട്ട് റോഡില്ലായിരുന്ന കുടുംബങ്ങൾക്ക് മനോഹരമായ റോഡ് ആദ്യഘട്ടം പൂർത്തീകരിച്ചു. അത് കൂടാതെ വീണ്ടും 10 ലക്ഷം രൂപ എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. അത് അമ്മമാരുടെയും ചേച്ചിമാരുടെയും സഹോദരന്മാരുടെയും അന്ന് ആ റോഡ് ഉദ്ഘാടനം നടത്തുമ്പോൾ ഉണ്ടായ അവരുടെ അനുഭവം പങ്കുവെക്കലൊക്കെ ഹൃദയത്തിൽ വലിയ സന്തോഷം നൽകിയ ഒരു ഇതായിരുന്നു. കാരണം എനിക്ക് മുന്നേ ഇരുന്ന ഒട്ടേറെ പ്രമുഖ വ്യക്തികൾ നോക്കിയിട്ട് നടക്കാതിരുന്ന കാര്യം എന്നെപ്പോലൊരു ചെറുപ്പക്കാരൻ ചെന്ന് ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളത് എനിക്കും എൻ്റെ പാർട്ടിക്കും വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കി. ആ ഒരു പ്രദേശത്തിലെ ആ റോഡ് നൽകിയ എനിക്ക് തോന്നുന്നു എന്നേക്കാൾ വളരെ പ്രായം കുറവാണ് ദീപുവിന്. ഞാൻ ഈ കുമ്പളെങ്കിലൊക്കെ വരുമ്പോഴൊക്കെ കുഞ്ഞുടി ചേട്ടനെയും മക്കളെയും ചെറിയ പിള്ളേരെയൊക്കെയാണ് കാണുന്നത്. ഇന്ന് കുഞ്ഞുടി ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് 2 പേര് സജീവമായ രാഷ്ട്രീയത്തിലുണ്ട്. കുഞ്ഞുടി ചേട്ടൻ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് മാറുകയും ചെയ്തു. ഞാൻ ദീപുവിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ വെള്ളക്കുപ്പായത്തിന് പുറത്ത് ഒരു തൊഴിലാളിയുണ്ട്, ജീവിക്കാൻ വേണ്ടി തൊഴിലെടുക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അപ്പോൾ ഇത് പരമ്പരാഗതമായി ചെയ്തു വന്ന തൊഴിലും രാഷ്ട്രീയ പ്രവർത്തനവും വികസന കാര്യങ്ങളും ഇതെല്ലാം കൂടി ഇത് എങ്ങനെ കൊണ്ടുപോകണം? അതിന് അച്ഛനാണോ മാതൃക? തീർച്ചയായിട്ടും അച്ഛൻ തന്നെയാണ് മാതൃക. കാരണം അച്ഛൻ്റെ രാവിലെ അച്ഛൻ വീശാൻ പോയി ശേഷം അമ്മ വീടുകളിൽ നടന്ന് ആ മീൻ കൊടുത്താണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്, പഠിച്ചത്, വിദ്യാഭ്യാസം നേടിയതൊക്കെയെല്ലാം. അപ്പോൾ ആ ഒരു മാതൃക തന്നെയാണ് ഞാനും പിന്തുടർന്നത്. കാരണം എനിക്കൊരു തൊഴിലറിയാം, ചീന വലവലിക്കാൻ പോകും. അതുകൂടാതെ എനിക്ക് ഞണ്ട് കൊഞ്ച് മീനൊക്കെ എടുക്കുന്ന ഒരു കച്ചവടമുണ്ട്. അത് വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് അതെല്ലാം പൂർത്തീകരിച്ച് 9 മണിക്ക് ശേഷം ശുഭ്രവസ്ത്രധാരിയായി വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനം. പിറ്റേ ദിവസം വീണ്ടും ചെള്ളയിലേക്കാണ് ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസവും അച്ഛൻ്റെ കൂടെ ഒഴിവ് കിട്ടിയ ദിവസം. ചുരുക്കം പറഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിന്റെ ചെള്ളയും അഴുക്കും വീഴാതിരിക്കാൻ ഈ കായലിലെ ചെള്ളയഴുക്കും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ രാഷ്ട്രീയ മേഖലയിലെ വളർച്ച ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുള്ള തൊഴിലാണ്. അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ തൊഴിലാളിയാണ് എന്നെ ഇത്തരം ഒരു രാഷ്ട്രീയ നേതാവായും ഒരു നല്ലൊരു ജനപ്രതിയായി രൂപപ്പെടുത്തുവാൻ എന്നെ സഹായിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകം. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ജീവിതശൈലി നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങൾക്കൊപ്പം കൊണ്ടുപോകുമ്പോൾ അടിസ്ഥാന വർഗങ്ങളുടെ താഴെക്കടയിലുള്ള മനുഷ്യരുടെ ജീവിതത്തിൻ്റെ വേദനകളും വിഷമങ്ങളും ആകുലതകളും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ.
ആ ഒരു വിചാരത്തോടെ മറ്റെന്തെല്ലാം പുരോഗമന പ്രവർത്തനങ്ങളാണ് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക? തീർച്ചയായിട്ടും ഞാനൊരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരാളാണ്. മത്സ്യമേഖല കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് വന്നത്. ആ അടിസ്ഥാനമാക്കി തന്നെ മത്സ്യമേഖലകൾക്ക് ഊന്നൽ കൊടുക്കണം, മത്സ്യത്തൊഴിലാളികളുടെ വികസനങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലെ ചെറുകടവിലും ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലെ കണ്ണമാലി പള്ളിയുടെ പുറകുവശം കാണുന്ന സ്ഥലത്ത് 2 സ്ഥലങ്ങളിൽ മനോഹരമായ 2 ഫിഷിംഗ് ലാൻഡ് സെൻറ്ററുകൾ പണിത് തൊഴിലാളികൾക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 20 ലക്ഷം ചിലവിലാണ് അത് പണിതിരിക്കുന്നത്. മറ്റൊന്ന്, നമ്മളുടെ നിലവിലുള്ള കാലാവസ്ഥ വ്യതിയാനത്തിൽ മൂലം നമുക്കിവിടെ മീനിൻ്റെ ലഭ്യത കുറവാണ്. അപ്പോൾ അതൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുമ്പളത്തും കുമ്പളങ്ങയിലും ഏകദേശം 1 ലക്ഷം കാരറ്റ് ചെമ്മീനുകൾ നിക്ഷേപിച്ചു കഴിഞ്ഞു. ഇനി തൊട്ടടുത്ത ദിവസം നമ്മൾ ചെറുകടവിൽ വീണ്ടും കാരറ്റ് ചെമ്മീൻ നിക്ഷേപിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ മറ്റ് കൂട് കൃഷി ഉൾപ്പെടെ എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് എന്തൊക്കെയാണോ എനിക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് മുഴുവൻ ഈ 5 വർഷം കൊണ്ട് നേടിക്കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കുമ്പളങ്ങി കായലിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ കായലിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ എക്കലും അഴുക്കെല്ലാം അടിഞ്ഞിട്ട് മത്സ്യസമ്പത്ത് ധാരാളമായി കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ജില്ലാ പഞ്ചായത്തിന് ഈ കാര്യത്തിൽ സജീവമായിട്ട് ഇടപെടാൻ പറ്റിയിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ടൊരു വിഷയം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു പ്രധാനപ്പെട്ട വിഷയം, കായലിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നിലവിൽ എക്കലടിഞ്ഞു കൂടുന്നതോട് നമുക്ക് വെള്ളം വീടുകളിലേക്ക് കയറി വരികയാണ്. അതുമാത്രമല്ല, പ്രചരണ സമയത്ത് എക്കൽ കാരണം ഈ മത്സ്യം മറ്റു മേഖലയിലേക്ക് ഇവിടുന്ന് കടന്നുകളയാണ്. അപ്പോൾ നമുക്കിവിടെ പ്രചരണം നടക്കാത്തത് കൊണ്ട് നമുക്കിവിടെ മത്സ്യം കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുന്നില്ല. ആ ഉൽപ്പാദിക്കപ്പെടാത്തത് കാരണം നമുക്ക് മത്സ്യത്തൊഴിലാളികളുടെ നിത്യവരുമാനം കുറയുകയും അവരുടെ ജീവിത സാഹചര്യം എല്ലാം മാറി മറിയുകയാണ്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും ഞങ്ങളെ സംബന്ധിച്ച ജില്ലാ പഞ്ചായത്തിന് ഒരുപക്ഷെ 20 ലക്ഷം 30 ലക്ഷം മുടക്കി നമുക്ക് എക്കൽ കോരാമെങ്കിൽ ഒരു ഭാഗത്തിൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അത് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ഇടപെടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഇടപെടണം. കാരണം ഓരുവെള്ളം കയറിയിട്ട് കുമ്പളങ്ങിയിലെ തീരദേശ മേഖല, കായലോര മേഖലയിലെ മുഴുവൻ വീടുകളും ഇന്ന് നിരന്തരമായി ഓരുവെള്ളം കയറി വീടുകൾ പ്രത്യേകിച്ച് കെട്ടിടങ്ങൾ ജീർണിച്ച് ഏത് സാഹചര്യത്തിലും നിലമ്പത്താവുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. വലിയ അപകടം കുമ്പളയം ഗ്രാമപഞ്ചായത്തിലേക്ക് വരികയാണ് ഈ വിഷയം. ഇത് ഗൗരവകരമായ വിഷയമാണ്. എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് സഹായങ്ങൾ. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു ശ്രദ്ധ കൊടുക്കാത്തത്? ഇതിനകത്ത് രാഷ്ട്രീയപരമായ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും? തീർച്ചയായിട്ടും രാഷ്ട്രീയം ഉണ്ടാവും അതിനകത്ത്. കാരണം സ്വാഭാവികമായി കുമ്പളങ്ങി എന്നും ഒരു കോൺഗ്രസ് അനുകൂല പഞ്ചായത്തുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതായിരിക്കും ഒരു പക്ഷേ. അല്ലെങ്കിൽ കൃത്യമായി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ കൃത്യമായി ഇന്ന് മത്സ്യത്തൊഴിലാളി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായി പഠിച്ച് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ. തീർച്ചയായും ഒരു കാര്യം ദീപ് പറഞ്ഞു, ഒരു വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് പഠിച്ചു ഉയർന്നു വന്നത്. അപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടം ഒക്കെ വളരെ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. എനിക്കും കുറച്ച് കാര്യങ്ങൾ അറിയാം. അപ്പോൾ ദീപിൻ്റെ ഒരു ശ്രദ്ധ ഈ എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ എത്രത്തോളം സജീവമായി ആ അനുഭവങ്ങളിലൂടെ കൊടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഞാൻ കടന്നു വരുന്നത് ഒരു പട്ടികജാതി കുടുംബത്തിൽ നിന്നാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ നല്ല കെട്ടിടങ്ങളോ നല്ല വീടുകളോ ഒന്നും ഇല്ലാതിരുന്നു കാലഘട്ടമായിരുന്നു. പട്ടികജാതി കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തെ പുരോഗമനത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പഠനമുറികൾ അനുവദിച്ചിട്ടുണ്ട് പട്ടികജാതി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, പട്ടികജാതി ജില്ലാ പഞ്ചായത്തിൽ നിന്ന്. അങ്ങനെ ഏകദേശം ഒരുപാട് ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലും കുമ്പളങ്ങിയിലും കുമ്പളത്ത് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് മാത്രമായി ലക്ഷക്കണക്കിന് രൂപയുടെ വീട് പഠനമുറി നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. കൂടാതെ മെറിറ്റോറിയൽ സ്കോളർഷിപ്പ്, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് 30,000 രൂപ കൊടുക്കുന്ന സാമ്പത്തിക പദ്ധതി. അതുകൂടാതെ നമ്മളുടെ ചെല്ലാനം ഗ്രാമപഞ്ചായത്തിൽ പുത്തന്തോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന സ്കൂളാണ്. അത് നിങ്ങൾക്കറിയാം, ഒരു മത്സ്യഗ്രാമമായതുകൊണ്ട് ബഹുഭൂരിപക്ഷം എന്ന വിദ്യാർത്ഥികളും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ മക്കൾ പഠിക്കുന്ന കുടുംബമാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അവിടെ ഏകദേശം വികസനം മാത്രം, കെട്ടിടങ്ങളുടെ വികസനങ്ങൾക്ക് മാത്രം ഏകദേശം ഒരു 60 ലക്ഷം 70 ലക്ഷത്തോളം നമ്മൾ മുടക്കിക്കഴിഞ്ഞു. അതുകൂടാതെ ഒരു മനോഹരമായ സയൻസ് ലാബ് ഏകദേശം 20 ലക്ഷം മുടക്കി അതും വിദ്യാർത്ഥി സമർപ്പിച്ചു. അതുകൂടാതെ ഏറ്റവും വലിയൊരു മുന്നേറ്റം നടത്തിയിട്ടുള്ളത് ഇനി ആ സ്കൂളിന് കറണ്ട് കാശ് അടക്കണ്ട എന്നുള്ളതാണ്. ഇനി ആ സ്കൂളിൽ കറണ്ട് കാശ് വേണ്ട. എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 10 വോൾട്ടിൻ്റെ സോളാർ സിസ്റ്റം ഘടിപ്പിച്ചു കഴിഞ്ഞു. അടുത്ത ദിവസം അതും ഉദ്ഘാടനം നടത്തും. അങ്ങനെ നമ്മുടെ പുത്തന്തോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്രം ഏകദേശം 5 വർഷം കൊണ്ട് 1 കോടിയിലധികം
വാട്ടർ പ്യൂരിഫയർ, ബെഞ്ച്, ഡെസ്ക്, മറ്റ് അവർക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ വളരെ സംതൃപ്തനാണ്. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ എനിക്ക് മനോഹരമായ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. കുമ്പളം പഞ്ചായത്തിലോ? കുമ്പളം പഞ്ചായത്തിൽ ചെയ്തിട്ടുണ്ട് ഏകദേശം. കുമ്പളങ്ങിയിലും ഇവിടെ ചായ ഇട്ട് വന്നറിഞ്ഞൂടാ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് നടന്ന്. ഓക്കെ, ഉണ്ടാവോ? ചായ ഉണ്ടാവും. ഹലോ, 2 ചായ വേണമല്ലോ ഞങ്ങൾക്ക്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു പ്രധാന കാലഘട്ടമാണ് മനുഷ്യൻ അവൻ്റെ ജീവിതം ഭൂമിയിൽ അവസാനിച്ച് ജീവിതം പൂർണ്ണമാക്കി നമ്മിൽ നിന്നെല്ലാം വിട പറഞ്ഞ് പോകുക എന്നുള്ളത്. പലപ്പോഴും അതിനുശേഷമുള്ള സംസ്കാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്മശാനങ്ങളൊക്കെ സജീവമായി, ഇപ്പം മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും വളരെ വൃത്തിയോടും വെടിപ്പോടു കൂടിയൊക്കെയുള്ള ശ്മശാനങ്ങളൊക്കെ സജ്ജീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പണ്ട് ശ്മശാനങ്ങളിലൊക്കെ കയറാൻ പേടിയായി. എനിക്കെന്തറിയാം, കുമ്പളങ്ങിലെ ശ്മശാനത്തിലൊക്കെ പണ്ട് വരുമ്പോൾ അതിനകത്ത് കയറാനൊക്കെ നമുക്കൊരു ഭീതി ഉണ്ടാവും. ഇത് തള്ളിക്കളയേണ്ട ഒരു കാര്യമാണെന്ന രീതിയിലേക്ക് മാറി കുറേയൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? പ്രത്യേകിച്ച് ചെല്ലാനം ഗ്രാമപഞ്ചായത്തിൽ കണ്ടക്കടവ് പൊതുശ്മശാനം ഏകദേശം എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ 25 ലക്ഷം മുടക്കി നവീന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു, മനോഹരമാക്കിയിട്ടുണ്ട് അവിടെ ഇപ്പോൾ ഇന്ന്. കൂടാതെ നമ്മളുടെ കുമ്പളങ്ങിലേക്ക് വരുമ്പോൾ ശാന്തിതീരം പൊതുശ്മശാനം അവിടെ 10 ലക്ഷം രൂപ അനുവദിച്ചു, ടെൻഡർ നടപടി പൂർത്തീകരിച്ചു. തൊട്ടടുത്ത ദിവസം അവിടെയും വർക്കുകൾ ആരംഭിക്കും. അതുപോലെ തന്നെ പട്ടികജാതി കുമ്പളങ്ങിൽ സ്ഥിതി ചെയ്യുന്ന പട്ടികജാതി ശ്മശാനം അവിടെയും 20 ലക്ഷം രൂപ അനുവദിച്ചു, ടെൻഡർ നടപടി പൂർത്തീകരിച്ചു, ഉടനെ വർക്ക് ആരംഭിക്കും. കൂടാതെ കുമ്പളം ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി ശ്മശാനത്തിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, അതും ടെൻഡർ നടപടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മേഖലയൊക്കെ പ്രത്യേകിച്ച് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന മേഖലകളാണ്. പക്ഷേ നമ്മുടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യകരമായ ഒരു ഘടകമാണ്. അപ്പോൾ അതിന് ഊന്നൽ പ്രധാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ശുദ്ധജല വിതരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഈ പഞ്ചായത്തുകൾ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം ഇടപെടൽ നടത്താൻ പറ്റും? തീർച്ചയായിട്ടും അതിൽ ഏറ്റവും മനസ്സിന് സംതൃപ്തി നൽകിയത് ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലെ തെക്കേ ചെല്ലാനത്ത് കുടിവെള്ളം ലഭിക്കാതിരുന്നൊരു സമയത്ത് നമ്മൾ അതിൽ ഇടപെടുകയും കൃത്യമായി പഠനങ്ങൾക്ക് ശേഷം ഞാനും വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന് പഠനങ്ങൾക്ക് ശേഷം നമ്മളുടെ അരൂർ പമ്പ് ഹൗസിൽ നിന്നാണ് നമുക്ക് കുമ്പളങ്ങിൽ നിന്ന് കുമ്പളങ്ങിൽ വാട്ടർ ടാങ്കിൽ നിന്നാണ് നമുക്ക് കണ്ടക്കടവ് വാട്ടർ ടാങ്കിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ നിറഞ്ഞതിന് ശേഷം മാത്രമേ തെക്കേ ചെല്ലാനത്തെ പൈപ്പിലൂടെ കുടിവെള്ളം കടന്നു ചെല്ലുള്ളൂ. അപ്പോൾ അതിന് നമ്മളൊരു ഉപാധിയായി എന്നോട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞത്, അന്നത്തെ എന്നോട് പറഞ്ഞത്, നമുക്ക് കുമ്പളങ്ങിയിൽ നിന്ന് പമ്പ് ചെയ്യുമ്പോൾ തന്നെ പ്രത്യേകതരം ഒരു വാൽവ് ഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് കുമ്പളങ്ങിയിൽ നിന്ന് പമ്പ് ചെയ്യുമ്പോൾ തന്നെ തെക്കേ ചെല്ലാനത്തേക്ക് നേരിട്ട് ടാങ്ക് നിറയുന്നതിന് മുമ്പ് തന്നെ പൈപ്പിലൂടെ എത്തുന്ന വഴിയാണെങ്കിൽ നമുക്ക് അത് പരിഹരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 35 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജില്ലാ പഞ്ചായത്തിൽ ഇത് അവതരിപ്പിച്ച് 35 രൂപ പാസ്സാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഇപ്പോൾ മനോഹരമായി അവിടെ കുടിവെള്ളം എത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷം. വളരെ ബുദ്ധിമുട്ട് ഉള്ളൊരു പ്രദേശമായിരുന്നു തെക്കേ ചെല്ലാനം. കുടിവെള്ളത്തിന് ഒരു പക്ഷേ 2 പ്രശ്നങ്ങളാണ് ചെല്ലാനത്തിനെ വല്ലാതെ മുറുക്കിയിരുന്നത്. ഒന്ന് കടൽക്കയറ്റവും, ഒന്ന് ശുദ്ധജല ദൗർലഭ്യം. പെൺകുട്ടികളൊക്കെ അങ്ങോട്ട് കല്യാണം കഴിച്ച് അയക്കാറില്ലെന്നൊക്കെ അവിടുത്തെ അമ്മമാർ പണ്ട് പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഭദ്രമായി. മറ്റൊന്ന് കുമ്പളത്തും വിവിധങ്ങളായി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ചെല്ലാനത്ത് കുറേയേറെ ഭാഗത്ത് വളരെ നല്ല രീതിയിൽ ടെട്രോപാഡ് സംവിധാനം വന്നു കഴിഞ്ഞു, അഭിനന്ദനാർഹം തന്നെയാണ്. പക്ഷേ മറ്റു ഭാഗങ്ങളിൽ കടൽക്കയറ്റ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിന് ഏതെങ്കിലും രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞു? തീർച്ചയായിട്ടും. ആദ്യമായി ടോട്ടൽ ചുഴലിക്കാറ്റ് വന്നപ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് എനിക്ക് സമയത്ത് ഈ കടൽ കയറിയപ്പോൾ മണ്ണ് വന്ന് ഭൂരിപക്ഷം തോടുകൾ മണ്ണായിപ്പോയി. മണ്ണ് വന്ന് നിറഞ്ഞിട്ട് വെള്ളം ഒഴുകില്ലായിരുന്നു. അപ്പം അത് മണ്ണ് നീക്കം ചെയ്യാനായിട്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അടിയന്തരമായി ഓൺലൈൻ യോഗം കൂടി 5 ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്തു. അന്ന് നമുക്കൊരു ഇടപെടൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് കടൽക്കയറ്റ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. ഈ ദീപുവിൻ്റെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും ദീപുവിന് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടാവുന്ന ഒരു ഐഡിയ ജനങ്ങളുമായിട്ട് ഇങ്ങനെ നിരന്തരം ഇടപഴകുന്ന ഒരാളെന്ന നിലയിലാണ്. എന്താണ് അതിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു രഹസ്യം? തീർച്ചയായിട്ടും രാവിലെയാണ് ചിന്തകൾ മുഴുവൻ. രാവിലെ ഏകദേശം ഒരു 4 മണിക്ക് എഴുന്നേക്കും. നമ്മുടെ തൊഴിലിന് പോകുന്ന മുമ്പ് ചിന്ത, നമുക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ ദീർഘപക്ഷത്തോടെ എന്ത് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് എനിക്ക്
കോവിഡ് എന്ന മഹാമാരി നമ്മുടെ കേരളക്കരയാകെ വന്നപ്പോൾ, പ്രത്യേകിച്ച് ചെല്ലാനത്ത് ടോട്ടേറ്റ് ചുഴലിക്കാറ്റ് വന്നപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ എൻ്റെ വീട് തന്നെ ഒരു സാമൂഹ്യ അടുക്കളയായി മാറ്റിയിട്ട് ഏകദേശം 350ഓളം പൊതിച്ചോറുകൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ദിവസം 3 പഞ്ചായത്തുകളിലെ ചെല്ലാനം, കുമ്പളങ്ങി, കുമ്പളത്തുമായിട്ട്. അപ്പോൾ അത് ഏകദേശം 10,000-ലധികം പൊതിച്ചോറുകൾ നൽകുവാൻ സാധിച്ചത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിജയമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കൃത്യമായ ഒരു ഇടപെടൽ നടത്തി എന്നുള്ളത്. കാരണം എനിക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അനുമോദനം ലഭിച്ചിട്ടുള്ളത് ആ ഒരു സ്വന്തം വീട് സാമൂഹ്യ അടുക്കളയെ മാറ്റിയുള്ളത് അച്ഛൻ, അമ്മ, ചേട്ടൻ, ഭാര്യ, ചേടത്തി, ഞങ്ങളുടെ അയൽവാസികൾ ഉൾപ്പെടെ എല്ലാവരും 31 ദിവസവും ഞങ്ങൾ കൃത്യമായി അത് നടപ്പിലാക്കി എന്നുള്ളത് വലിയ, എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും വന്ന് നമ്മുടെ ഭവനം സന്ദർശിക്കുകയും കൂടി ഉണ്ടായി. എന്താണ് ഇനി മനസ്സിലുള്ള കുമ്പളങ്ങി അല്ലെങ്കിൽ കുമ്പളം ചെല്ലാനം ഈ ഗ്രാമപ്രദേശത്തിലെ ഒരു സജീവമായ ഒരു പ്രവർത്തകനായിട്ട് ദീപു കുറഞ്ഞ കാലം കൊണ്ട് മാറിക്കഴിഞ്ഞു? എന്താണ് ഈ 3 ഗ്രാമങ്ങളെ കുറിച്ചുള്ള ഒരു വലിയ സ്വപ്നം? പ്രത്യേകിച്ച് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്, ഗവൺമെൻറ് ആയാലും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ചെല്ലാനം ഗ്രാമപഞ്ചായത്തിനാണ്. പ്രത്യേകിച്ച് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇനി കണ്ണമാലിയും പെട്രോൾ പാട് വന്നു കഴിഞ്ഞാൽ അവിടെ വലിയ പ്രശ്നങ്ങൾക്ക് മാറും. അപ്പോൾ പിന്നെ ഒരു കടലോര പ്രദേശം കൂടിയാണത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിനെ തട്ടിയിട്ടുള്ളത് ചെല്ലാനം ഗ്രാമം തന്നെയാണ്. മനസ്സിൽ കുറേ കൂടി ഡെവലപ്മെൻറ്റ് ഇനി കടന്നു വരാനുള്ളത് വരണമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് കുമ്പളങ്ങി ഇപ്പോൾ ലോക പ്രശസ്തമായ ഒരു ഗ്രാമമാണ്. എല്ലാവരും വികസിച്ചു എന്ന്. പക്ഷേ ആ വികസനത്തിൻ്റെ ഇടയിലും നമുക്ക് ശ്രദ്ധിക്കപ്പെടായ പോലെ, ഞാൻ കുറച്ച് മുമ്പ് പോലെ 150 വർഷമായി വഴിയില്ലാത്ത മേഖലകൾ ഇനിയുമുണ്ട്. അവിടെയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പുത്തങ്കരി പ്രദേശം. പട്ടികജാതിക്കാരും മറ്റു വിഭാഗത്തിലുള്ളവരും ഒട്ടേറെ തെങ്ങിപ്പോൾ അവർക്ക് വഴിയേയില്ല. ഇത്രയും നാടുകളായി വഴിയേയില്ല. അങ്ങനെ ആ പ്രദേശവാസികൾ വന്നപ്പോൾ ഞാൻ പട്ടികജാതി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും 40 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തിൽ അനുവദിച്ചു. എസ്റ്റിമേറ്റ് എടുത്തു. ഉടനെ തന്നെ അതിൻ്റെ ടെൻഡർ നടപടിയിലേക്കാവും. പിന്നെ കുമ്പളം ഒരു ഗ്രാമപ്രദേശമാണെങ്കിലും 2 മുനിസിപ്പാലിറ്റികളുടെ ഇടയിൽ, കോർപ്പറേഷൻ്റെ ഇടയിലാണ്. അപ്പോൾ ഒരു നഗര സ്വഭാവം ആ ഒരു ഗ്രാമത്തിനുണ്ട്. അതിന് അപ്പോൾ ഒരു പ്രത്യേകിച്ചൊരു വികസനം സ്വാഭാവികമായിട്ട് വരിക തന്നെ ചെയ്യും. ചേട്ടൻ്റെ എടുത്തിയ എൻ്റെ ആണോ? ആ എടുത്തോട്ടെ. പിന്നെ നല്ല മധുരമാണ്. ചായക്കടയിൽ കുറച്ച് സ്നേഹം കൂടി പോയെന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ട് ഇത്രയധികം പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡർ എന്ന നിലയിൽ കുമ്പളങ്ങിയിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ ദീപു വ്യക്തമായ ഒരു നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഈ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ വാസ്തവത്തിൽ നേരിടേണ്ടി വരുന്ന കുറച്ച് കൈപ്പറിയ അനുഭവങ്ങളുണ്ടാകും. ചിലപ്പോൾ പ്രോജക്റ്റ് കൊണ്ടുവരാനോ ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യത്തിലോ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യത്തിലോ ഒക്കെയുള്ള കുറച്ചും കൂടി അവരുടെ സഹായം കിട്ടുമായിരുന്നെങ്കിൽ ആ വക കാര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ല. കാരണം കേരള സർക്കാരിൻ്റെ ചില നിയമങ്ങൾ മൂലം നമുക്കത് അതിന് അനുമതി ലഭിക്കുകയില്ല. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയില്ല. മറ്റൊന്നാണ് പ്രധാനമായും നമ്മൾ ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് അത് ജനങ്ങളിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് അവിടെ പൊളിറ്റിക്കലി നേരിടേണ്ടി വരുന്ന ചില വിഷമഘട്ടങ്ങൾ. നമ്മളെപ്പോഴും രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി വികസനം കൊണ്ടുവരാൻ ചിന്തകൾക്ക് വരുമ്പോൾ സങ്കുചിത മനസ്സുള്ള കുറേ ആൾക്കാർ നമുക്ക് വിഘാതം സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിന് വേദന നൽകിയിട്ടുണ്ട്. പക്ഷെ അത് ചില സമയത്ത് നമുക്ക് ആ പദ്ധതി തന്നെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. മറ്റൊന്നാണ് നമ്മളുടെ ഈ പാളയത്തിൽ പട എന്ന് പറയുന്ന പോലെ നമ്മുടെ സ്വന്തം പാർട്ടികളകത്തുനിന്ന് അനാവശ്യമായ ഗോസിപ്പുകളും അനാവശ്യമായ വിവാദങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ പോലും വേദനിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മളെപ്പറ്റി ഗോസിപ്പ് പറയുമ്പോൾ വളരെയധികം വിഷമം തോന്നിയ ഘട്ടങ്ങളാണ്. പക്ഷേ ആ വിഷമങ്ങളൊക്കെ എല്ലാം തരണം ചെയ്യുന്നത് പിറ്റേ ദിവസം നമ്മുടെ തൊഴിലിന് ശേഷം ശുഭ്രവസ്ത്രധാരിയായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോൾ ഇത് നമ്മളെ ഏൽക്കാറില്ല. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളാണ് മാത്രമേ നമ്മളെ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ നേതാക്കന്മാരിൽ നിന്നൊക്കെ നല്ല പിന്തുണയാണ് നമുക്കിപ്പോൾ വരെ. കലവറയില്ലാത്ത സ്നേഹമാണ് പ്രത്യേകിച്ച് ജനങ്ങൾ. അത് കല്യാണ വീടുകളിൽ ചെല്ലുമ്പോഴും നമ്മൾ പ്രത്യേകിച്ച് ആഘോഷങ്ങളിൽ ചെല്ലുമ്പോൾ ജനങ്ങൾ നമുക്ക് തരുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ്. ഞാൻ പറഞ്ഞില്ല, ഒരിക്കൽ കൂടി പറയുന്നു, നമ്മളുടെ
പാർട്ടിയിൽ നിന്നുണ്ടാകുന്ന അനാവശ്യമായ ഗോസിപ്പുകൾ നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്ന ഇല്ലാത്ത തരം നമ്മളില്ലായ്മ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ മാത്രമേ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുള്ളൂ. ഞാൻ ഇതിനിടയിൽ ചോദിക്കാൻ വിട്ടുപോയ ഒരു പദ്ധതിയുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് കുമ്പളങ്ങിയിൽ വളരെ സജീവമാവുന്ന ഒരു ചർച്ചയുണ്ട്, കുമ്പളങ്ങിയുടെ ഒരു റിംഗ് റോഡ്. അപ്പോൾ ആ കാര്യത്തിൽ വ്യക്തമായ എന്തെങ്കിലും ഒരു ധാരണ ദീപു? തീർച്ചയായിട്ടും അത് ഇന്ന് കുമ്പളങ്ങിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായ ഒരു പദ്ധതിയാണ്. കാരണം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ഓരുവെള്ളം കയറി നമുക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കാം. അപ്പോൾ എല്ലാ വീടുകളെയും നമുക്ക് സംരക്ഷിക്കുവാൻ സാധിക്കും. റിംഗ് റോഡ് രൂപപ്പെടുമ്പോൾ കായലിലെ എക്കൽ നമുക്ക് നിറച്ച് പുതിയ റോഡും വരും. അപ്പോൾ അത് നമുക്കൊരു ഉപേക്ഷിക്കാൻ പറ്റാത്ത, പക്ഷെ അത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. കാര്യം കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി ആയതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന് മാത്രമായിട്ട് അല്ലെങ്കിൽ കുമ്പളങ്ങി പഞ്ചായത്തിന് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സംസ്ഥാന സർക്കാരിന്റെ സജീവമായ ഇടപെടലുകൾ അതിനകത്ത് ആവശ്യമുണ്ട്. പക്ഷെ അതിനുള്ള പ്രഷർ, അതിനുള്ളൊരു മൂവ്മെന്റ് പൊളിറ്റിക്കലി കുമ്പളങ്ങി ഇപ്പൊ UDF-ന്റെ ഭരണസമിതിയാണ് കുമ്പളങ്ങിയിലുള്ളത്. എത്രത്തോളം അത് കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇപ്പോഴത്തെ പ്രസിഡന്റ് സൂസൻ ജോസഫ് വന്നതിന് ശേഷം ആ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷം നൽകുകയാണ്. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്, ഇത് ഈ നാടിൻ്റെ ഒരു ആവശ്യമാണ് എന്നുള്ളത് അറിയിച്ചുകൊണ്ട് പദ്ധതി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ 3 പഞ്ചായത്തുകളാണ് ദീപുവിന്റെ ചുമതലയിൽ വരുന്നത്: ചെല്ലാനം, കുമ്പളങ്ങി, കുമ്പളം. ചെല്ലാനത്ത് LDF ആണ്, അതെ. ഇവിടെ UDF ആണ്, കുമ്പളത്ത് LDF ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മെജോറിറ്റി ഒരു ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള പഞ്ചായത്ത് ഭരണസമിതി ആകുമ്പോൾ ഇതിനിടയിൽ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റി സുഖകരമായി? അതിലേറ്റവും സന്തോഷകരം എന്ന് പറയുന്നത് പൂർണ്ണമായും പഞ്ചായത്ത് പ്രസിഡന്റുമാർ കുമ്പളത്തായാലും ചെല്ലാനത്തായാലും കുമ്പളങ്ങിയിലും ഒരു രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ്, പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളൂ, ഞങ്ങൾ ഒരുമിച്ച് മനോഹരമായി ഈ 5 വർഷം കൊണ്ടുപോയി എന്നുള്ളത് യാതൊരു തർക്കമില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു തർക്കവും വരാതെ ജനങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ല, ഇതുവരെ വ്യക്തിപരമായി അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പദ്ധതി രൂപീകരണത്തിലും അതിൻ്റെ നിർവഹണത്തിലും ഒക്കെ കൃത്യമായ ഒരു കെമിസ്ട്രി അല്ലേ, ഒരു നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെയൊക്കെ കൊണ്ടുപോകാൻ ദീപുവിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഭാവി പദ്ധതികൾ? തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹം നമ്മളുടെ നേതാക്കന്മാർ അനുവദിച്ചാൽ, അല്ലെ പാർട്ടിയും കൂടി അനുവദിച്ചാൽ വീണ്ടും ജനറൽ സീറ്റാണ് എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ തന്നെ മത്സരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വിജയസാധ്യത നമുക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് ഒരിക്കൽ കൂടി ജില്ലാ പഞ്ചായത്ത് തന്നെ മത്സരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും വളരെ ശുഭകരമായ ഒരു പര്യവസാനം ആ തീരുമാനത്തിൽ ഉണ്ടാകട്ടെ. കുമ്പളങ്ങിയിൽ നിന്ന് വളരെ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരു യുവ നേതാവാണ് ദീപു കുഞ്ഞുകുട്ടി. പക്ഷേ തനിക്ക് കിട്ടിയ അവസരങ്ങളും അധികാരവും കൃത്യമായി മറ്റു വിമർശനങ്ങളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ, അഴിമതി ആരോപണങ്ങളോ നേരിടാതെ പൊതുസമൂഹത്തിൻ്റെ വികസനത്തിനും അവരുടെ സന്തോഷത്തിനും ഉന്നമനത്തിനും വേണ്ടി വിനിയോഗിക്കാൻ കഴിഞ്ഞതിൽ വളരെ അഭിനന്ദനാർഹമാണ്. താങ്കളുടെ ആ പരിശ്രമം എല്ലാവിധത്തിലും ഭാവിയിലും നല്ല രീതിയിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ഈ ചാനലിന് വേണ്ടിയും പ്രേക്ഷകർക്ക് വേണ്ടിയും പ്രത്യേകമായി ആശംസിക്കുന്നു. നമ്മുടെ ഈ അഭിമുഖ സംഭാഷണത്തിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. നമസ്കാരം.